ഹായ് ഹലോ എല്ലാവർക്കും പത്തരമാറ്റ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയുടെ അടുത്തേക്ക് നമ്മുടെ നവ്യ ചെല്ലുകയാണ്. അതിനുശേഷം നവ്യ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് നയന ചോദിക്കുകയാണ്, ചേച്ചിക്ക് എന്തോ കാര്യം എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ, എന്താ ചേച്ചി കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയുകയാണ്, നയന എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്, ഞാനിപ്പോൾ ആകെ ഒരു പ്രതിസന്ധിയിലാണ് എന്ന് പറയുകയാണ്. എന്താ ചേച്ചി ഇപ്പോൾ പുതിയതായിട്ടുള്ള പ്രശ്നം, എന്താണെങ്കിലും ചേച്ചിക്ക് എന്നോട് പറഞ്ഞുകൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയനയോട് നവ്യ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ നയന പറയണേ, നില്ല ചേച്ചി ഞാൻ പോയി ആരാണെന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, ഞാനിന്ന് നന്ദുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇനി അവളായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയന ചെന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ നന്ദു ആണ് നിൽക്കുന്നത്. നന്ദുവിനെ കാണുമ്പോൾ ആ മോളെ എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ നമ്മുടെ നയനയെ ഹഗ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് നവ്യ വരികയാണ്. നവ്യ അടുത്ത് ചെന്നിട്ട് ചോദിക്കണം, മോളെ നിനക്ക് സുഖം തന്നെയാണോ, എന്താ മോളെ നീ ഇങ്ങോട്ട് വന്നത്, നിനക്ക് ചേച്ചിയോട് ദേഷ്യമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ്, ചേച്ചി കാണിച്ചതിനുള്ള ദേഷ്യം അത്ര പെട്ടെന്നൊന്നും മാറാൻ പറ്റില്ല ചേച്ചി, അത് പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പോവില്ല എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നവ്യ ചോദിക്കുകയാണ്, അച്ഛനും അമ്മയ്ക്കും എന്നോട് ദേഷ്യം ഉണ്ടോടി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയണ, എല്ലാവർക്കും ദേഷ്യമൊക്കെ തന്നെയാണ് ചേച്ചിയോട്, ചേച്ചി അത്രയ്ക്ക് നല്ലൊരു പ്രവൃത്തിയല്ലല്ലോ കാണിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ജലജ വരികയാണ്. ജലജ വന്നിട്ട് പറയണു, മൊട്ടച്ചി എത്തിയോ, മൊട്ടച്ചിക്ക് എന്താ ഈ വീട്ടിൽ കാര്യം എന്നും പറഞ്ഞിട്ട് വരികയാണ്. നീയൊക്കെ ആണോടി ഇവളെ കൂടി ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്, അതേ ഇവളുടെ അമ്മ കനക വേറെ എന്തെങ്കിലും പൊടിക്കൈകളുമായിട്ട് ഇവളെ പറഞ്ഞു വിട്ടതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യയ്ക്ക് ദേഷ്യം വരികയാണ്. നവ്യ പറയാണ്, പറയുന്ന ആൾ പിന്നെ അങ്ങ് ഡീസൻ്റ് അല്ലേ, ഈ വീട്ടിലെ നിങ്ങൾ നിങ്ങളുടെ മോനേക്കാളും വലിയ പൊടിക്കൈകളും കൊണ്ട് നടക്കുന്ന ആളുകളൊന്നും കാണില്ല, നിങ്ങളെ രണ്ടിൻ്റെയും അത്രയും ഫ്രോഡ് ലോകത്ത് വേറെ കാണത്തുമില്ല, അതുകൊണ്ടേ നിങ്ങൾ ഇങ്ങോട്ടൊന്നും കയറി പറയാൻ വരണ്ട എന്നിങ്ങനെ പറയുകയാണ്. നീയൊക്കെ കൂടെ ആണോടി ഇവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയണം, ആണെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം, ഇവക്കെന്താ ഇവിടെ വന്നുകൂടെന്ന് വല്ല നിബന്ധനയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വന്നതിന് കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യ്, നല്ല വൃത്തിയായിട്ട് വയറ് നിറച്ച് ആഹാരമൊക്കെ വെച്ച് വിളമ്പി കൊടുക്ക്, അങ്ങനെയെങ്കിലും ഇവളൊക്കെ ആഹാരം കാണട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നയനയാണ് പറയുന്നത്. നയന പറയുകയാണ്, അതെ അവൾക്ക് നല്ലതുപോലെ ആഹാരം വെച്ച് വിളമ്പി കൊടുത്തിട്ടേ അവളെ വിടുന്നുള്ളൂ. എങ്കിൽ പിന്നെ വിടണ്ടടി, കുറച്ച് ദിവസം ഇവിടെ താമസിക്കട്ടെ, ഇവളുടെ അമ്മയെ അങ്ങനെ വന്ന് നിന്നതാണല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നയന പറയുകയാണ്, അതെ അത് തന്നെ ഞാനിപ്പോൾ അവളോട് പറയാൻ തുടങ്ങിയത്, മോളെ നീ ഇവിടെ വന്ന് നിന്നിട്ടൊന്നുമില്ലല്ലോ, നിനക്ക് കുറച്ച് തുണികളും സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്നുകൂടായിരുന്നോ, കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പതുക്കെ പോയാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുകയാണ്. അതിനുശേഷം നയന പറയുകയാണ്, ചേച്ചി പോയി മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞിട്ട് ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, രണ്ട് ചേച്ചിമാർ ഈ വീട്ടിലിങ്ങ് ആയി, ഇനി ഇവളും വന്നിരിക്കുന്നത്, ഇനി ഒരു പയ്യനും കൂടെ ഇവിടെ ഉണ്ടല്ലോ, അവനെ വളച്ചെടുത്ത് ഇവൾക്ക് ഈ കുടുംബത്തിലേക്ക് വരാനായിരിക്കും, ഇവളുടെ അമ്മയായിരിക്കും ആ ബുദ്ധിയൊക്കെ ഓതി വിട്ടിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് നവ്യയ്ക്ക് ദേഷ്യം വരികയാണ്. നവ്യ പറയുകയാണ്, അതെ നിങ്ങളത്രയും വൃത്തികെട്ട മനസ്സുള്ള ആരും എൻ്റെ കുടുംബത്തിലില്ല, പിന്നെ ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ നന്ദുവിനെ പറയണ്ട, പിന്നെ നന്ദു നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നതേ ഉള്ളൂ, വേറെ ആരെങ്കിലും ആണെങ്കിലുണ്ടല്ലോ ഇവളിപ്പോൾ മൂക്കടിച്ച് പരത്തിയേനെ, പിന്നെ നിൻ്റെ അനിയത്തി ഞങ്ങളെ ഇടിക്കുമോ, ചിലപ്പോൾ വേണ്ടി വന്നാൽ നിങ്ങളെ ഇടിക്കുകയും എന്തും ചെയ്യാൻ ഇവൾ മടിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നന്ദു പറയണേ, എൻ്റെ പേര് പറഞ്ഞ് ഇവിടെ ആരും വഴക്കൂടണ്ട, ഞാൻ ഇവിടെ ആരെയും അടിക്കാനും പിടിക്കാനും ഒന്നും വന്നതൊന്നുമല്ല, എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നതാണ് എന്നിങ്ങനെ നന്ദു പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ജലജ നേരെ ദേവയാനിയുടെ അടുത്തേക്ക് പോവുകയാണ്. ദേവയാനി ഇങ്ങനെ ഹാളിൽ ഇരിക്കുകയാണ്. ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് ജലജ പറയുകയാണ്, ലവള് വന്നിട്ടുണ്ട്, ദേ ആ കനകയില്ലേ അവളുടെ ഇളയ മോളെ കൂടെ ദേ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്, എന്തിനാണെന്നറിയാമോ, ദേ ഇവിടെ ഒരു പയ്യനില്ലേ, ഇളയ പയ്യനില്ലേ, അവനെ സ്വാധീനിച്ച് അവൾക്ക് ഈ കുടുംബത്തിലേക്ക് കയറി വരാനാണ് മരുമകളായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനി പറയുകയാണ്, ജലജ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട, എന്തായാലും അനിയുടെ കല്യാണം അനാമികയുമായിട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് അനി ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യത്തില്ല, അല്ലെങ്കിലും അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ടല്ലേ, അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി. പക്ഷേ ഒരു രക്ഷയില്ല, നമ്മുടെ ജലജ നമ്മുടെ ദേവയാനിയുടെ മനസ്സ് നിറയെ പറഞ്ഞ് വിഷം കുത്തിവെച്ച് നിറച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മുടെ ദേവയാനിയും വിശ്വസിക്കുകയാണ്, അവർ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ധാരണയിൽ നമ്മുടെ ദേവയാനിയുടെ മനസ്സും ചലിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ
നമ്മുടെ അനി മേലോട്ട് കയറി പോവുകയാണ്. അങ്ങനെ മേലെ കയറി ചെന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇങ്ങനെ ഇരിക്കുകയാണ്. നന്ദു അനിയെ കാണുമ്പോഴേ അങ്ങ് എഴുന്നേറ്റ് മാറുകയാണ്. അപ്പോൾ അനി പറയാണ്, അതേ ഇത്രയ്ക്ക് ബഹുമാനമൊന്നും വേണ്ട, നന്ദു അവിടെ ഇരിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദു പറയാണ്, ഏയ് ഒന്നുമില്ല അനി. എന്താ നന്ദു, നിനക്ക് കുറച്ച് ദിവസമായിട്ട് നിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ എപ്പോഴും എന്നിൽ നിന്ന് അകന്നു മാറിപ്പോകുന്നു. അതുമാത്രമല്ല, നീ എപ്പോഴും നല്ല സങ്കടത്തിലാണ്. എന്താ നിൻ്റെ സങ്കടത്തിന് കാരണം? എന്താ നിൻ്റെ മനസ്സിലുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു ഒന്നുമില്ല അനി എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ അനിയും ഈ നന്ദുവും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വരികയാണ്, ഇടിച്ച് കയറി വരികയാണ്. എന്നിട്ട് ദേവയാനി പറയാണ്, ഓ നിങ്ങൾ രണ്ടുപേരും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നു. ഒരു കാര്യം നിൻ്റെയോട് പറഞ്ഞേക്കാം, നിൻ്റെ 2 ചേച്ചിമാരും ഉണ്ടല്ലോ, ആർക്കും ഇഷ്ടമല്ലാതെ ഈ കുടുംബത്തിലേക്ക് വലിഞ്ഞ കയറി വന്നത്. അതുപോലെ നീയും കൂടെ വരാമെന്ന് നീ വിചാരിക്കണ്ട എന്നൊക്കെ പറയുകയാണ് നന്ദുവിനോട്. എന്നിട്ട് നമ്മുടെ ദേവയാനി അനിയോട് പറയുകയാണ്, അനി, എൻ്റെ ആദർശിനെ ഞാൻ സ്നേഹിച്ച് വളർത്തിയതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെ ലാളിച്ച് വളർത്തിയത്. നീ എൻ്റെ ഇഷ്ടത്തിന് നിരക്കാത്തത് എന്തെങ്കിലും ചെയ്താലോ പിന്നെ നിനക്ക് എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ഈ കുടുംബത്തിലെ ഏറ്റവും അവസാനത്തെ പയ്യനാ നീ. നിൻ്റെ വിവാഹം നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. അതുമാത്രമല്ല, അച്ഛനും അമ്മയും എന്നെയും അതുപോലെ തന്നെ ആദർശിൻ്റെ അച്ഛനെയും അതായത് ജയേട്ടനെയും കൂടി എല്ലാം മുന്നിൽ നിന്ന് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഒരു തടസ്സം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് കളഞ്ഞേക്കണം. ഒന്നത് നിനക്ക് അനാമികയെ ഇപ്പോൾ വിവാഹം കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴത്തേക്ക് അനി പറയാണ്, എന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരികയാണ്. നയന കുറച്ച് നേരം മാറി നിന്നിട്ട് ദേവയാനിയുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്നിട്ട് ചായ കൊണ്ടുവന്ന് നമ്മുടെ നന്ദുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതാ മോളെ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ദേവയാനിയോട് നമ്മുടെ നയന പറയണേ, എന്താ അമ്മ ഈ പറയുന്നത്? അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇവർ നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ അനിയത്തിയെ എനിക്ക് നന്നായിട്ടറിയാം. അവൾ ഒരിക്കലും അവളുടെ സ്ഥാനം വിട്ട് ആരോട് പെരുമാറുന്നതല്ല. പിന്നെ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് ആർക്കാ അറിഞ്ഞൂടാത്തത്? പിന്നെ അവൻ എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ്. അവനെ പറ്റിയും എനിക്കിപ്പോൾ നല്ല ധാരണയുണ്ട്. എൻ്റെ അനിയത്തിയും അനിയനും അങ്ങനെ ഒരിക്കലും ഒരു തെറ്റിനെ പറ്റി ചിന്തിക്കുക കൂടിയില്ല. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഉറപ്പാണ്. അനാമികയുമായിട്ടുള്ള വിവാഹം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നയന. അങ്ങനെ നയനയുടെ വാക്കുകൾ കേട്ടിട്ട് ദേവയാനി അങ്ങ് പോവുകയാണ്. ദേവയാനിക്ക് ആശ്വാസമായി. അങ്ങനെ ദേവയാനി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ദേവയാനി പോയി കഴിയുമ്പോഴത്തേക്കും നയനെ ചോദിക്കുകയാണ്, എന്താ നന്ദു നിൻ്റെ മുഖത്ത് ഒരു സങ്കടം, എന്തു പറ്റി? ചായ കുടിക്കുമോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയാണ്, ഞാൻ പോണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചായ ഗ്ലാസ് കൊടുക്കുകയാണ്. അപ്പോൾ നയനെ ചോദിക്കണം, മോളെ നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് എന്തിനാണ് പോകുന്നത്? എന്തിനാ ചേച്ചി ഞാനിവിടെ നിൽക്കുന്നത്? ചേച്ചി കേട്ടില്ലേ അവർ പറഞ്ഞതൊക്കെ? ഞാൻ എന്തിനാ ഇത് കേൾക്കാനായിട്ട് ഇവിടേക്ക് വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആരോടും ഒന്നും പറയാതെ നമ്മുടെ നന്ദു ഇറങ്ങി പോവുകയാണ്. നന്ദു പോയി കഴിയുമ്പോഴത്തേക്കിനും അനിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അങ്ങനെ അനി നന്ദു പോകുന്നത് കാണാനായിട്ട് മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ നോക്കി നിൽക്കുകയാണ്. അതേസമയം നന്ദു ആണെങ്കിൽ ആരോടും ഒന്നും മിണ്ടാതെ പോവുകയാണ്. നേരെ വന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ വന്ന് വാതിലല്ല ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നന്ദു തിരിഞ്ഞ് നിന്നിട്ട് മുകളിലോട്ട് നോക്കുമ്പോൾ അനി അവിടെ നിന്ന് നന്ദുവിനെ കൈയെടുത്ത് കാണിക്കുന്നുണ്ട്. നന്ദു അത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് നന്ദു വന്ന സ്കൂട്ടിയിൽ കയറി നന്ദു അങ്ങ് പോവുകയാണ്. അതേസമയം നേരെ നമ്മുടെ നയന അനിയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് അനിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അനി നിൻ്റെ മനസ്സിലുള്ളത്? നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിൻ്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടെന്ന് എനിക്കറിയാം. അത് ആരാണെന്നൊക്കെ നന്ദുവിനോട് ചോദിച്ചാൽ മനസ്സിലാവുമെന്ന് കരുതിയിട്ട് അതൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഇങ്ങോട്ട് വിളിച്ചത്. പക്ഷേ അവൾ നല്ല സങ്കടത്തിലാണ്. അവൾക്ക് എന്ത് പറ്റിയോ എന്തോ. അവൾ എപ്പോഴും നല്ല ഉഷാറായിട്ട് നടക്കുന്ന കുട്ടിയായിരുന്നു. പക്ഷേ അവളിപ്പോൾ ആകെ ഗ്ലൂമി ആയിപ്പോയി. എന്താ കാര്യം എന്ന് നിനക്കറിയാമോ? നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ അവൾ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനി പറയുകയാണ്, എനിക്കതൊന്നും അറിയില്ല ഏട്ടത്തി. ഞാൻ പലപ്പോഴും അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും അവളൊന്നും പറയാൻ കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കതൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നയന പറയുകയാണ്, അതെന്ത് പറച്ചിലാണ്? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും തുറന്നു പറയുന്നവരല്ലേ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ നീ എങ്ങനെയാണ് നന്ദുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നയനയുടെ വക കുറേ ഉപദേശം നടത്തുകയാണ്. നയന പറയുകയാണ്, മോനെ
നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷങ്ങൾ കുറച്ചൊക്കെ ത്യജിക്കേണ്ടി വരും. കണ്ടില്ലേ, ഞാൻ തന്നെ ഇവിടെ പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? മുത്തശ്ശൻ്റെയും മറ്റുള്ളവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. മുത്തശ്ശൻ്റെ കാലശേഷം എനിക്കിവിടെ തുടരാൻ പറ്റുമോ എന്നുള്ളതിൽ പോലും എനിക്ക് സംശയമാണ്. എന്നാലും ഞാനിവിടെ ജീവിക്കുന്നില്ലേ? അതുപോലെയാണ് എല്ലാ കാര്യവും. അനാമികയെ എന്തായാലും മോൻ്റെ ഭാര്യയായിട്ട് എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് മുത്തശ്ശൻ വാക്ക് കൊടുത്തതാണ്, അത് പാലിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നയന അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം നമ്മുടെ നന്ദു ആണെങ്കിൽ വീട്ടിലാണ് കാണിക്കുന്നത്. നന്ദു നല്ല സങ്കടത്തിലാണ്. നന്ദു ഇങ്ങനെ ബെഡിലിരിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ബെഡിലിരിക്കുകയാണ്. അതിനുശേഷം നന്ദു മെല്ലെ എഴുന്നേറ്റ് വാതിൽക്കൽ ചെന്നിട്ട് ഇങ്ങനെ ദൂരേക്ക് നോക്കി, ഇങ്ങനെ വിജനതയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നന്ദു. അതേസമയം ഉണ്ടല്ലോ നമ്മുടെ നവ്യ വരികയാണ്. റോഡ് ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പോൾ നിർമ്മൽ വഴിയിൽ കാർ ഒതുക്കിയിട്ട് ഇങ്ങനെ നവ്യയെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ നവ്യ നമ്മുടെ നിർമ്മലിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് നവ്യ ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നവ്യ പറയുന്നത്, ഞാനും നീയുമായിട്ട് ഒരു ബന്ധവുമില്ല, പിന്നെ എന്തിനാണ് നീ എൻ്റെ ഫോട്ടോകളൊക്കെ എൻ്റെ ഫോണിലേക്ക് അയച്ചു തരുന്നത്? ഞാൻ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടോ പ്രണയിച്ചിട്ടോ ഒന്നുമില്ല. പിന്നെ നീ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. എൻ്റെ എല്ലാ ഫ്രണ്ടിനെയും പോലെ തന്നെയായിരുന്നു നീയും എനിക്ക്. നിൻ്റെ കൈകോർത്ത് പിടിച്ച് നടന്നിട്ടൊക്കെ ഉണ്ട്. പിന്നീട് നിൻ്റെ മനസ്സിലിരിപ്പ് വേറെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിന്നെ അകറ്റി നിർത്തിയിട്ടുമുണ്ട്. എന്നിട്ട് നീ ഇപ്പോൾ എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞൂഴ്ന്ന് കയറാൻ ശ്രമിക്കുന്നത് എന്നിങ്ങനെ നവ്യ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ നിർമ്മൽ പറയണം, നിൻ്റെ ഭർത്താവ് അഭിയോട് നീ ഇതൊക്കെ തുറന്നു പറയാഞ്ഞത് എന്താണ്? എൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നവ്യ ചോദിക്കണം, എൻ്റെ ഭർത്താവിനെ നിനക്കറിയുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നിർമ്മൽ പറയണം, പിന്നെ മൂർത്തീസ് ജ്വല്ലറിയിലെ സഹോദരങ്ങളെയൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അഭിയെയും ആദർശിനെയും എല്ലാവരെയും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നവ്യ പറയണം, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നത്. ഇതിവിടെ വെച്ച് നിർത്തിക്കൊള്ളണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നിർമ്മൽ പറയുകയാണ്, അത് ഞാൻ നിർത്തണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷേ നീ എന്നെ ഒരുപാട് അവഗണിച്ചിട്ടുണ്ട്. എന്നോട് സ്നേഹം കാട്ടി നടന്നിട്ട് എനിക്ക് പണവും മുതലും ഒന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ നീ എന്നെ തേച്ചിട്ട് പോയതാണ്. അതെൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ വിളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ ആവശ്യപ്പെടുന്നിടത്തൊക്കെ നീ എൻ്റെ ഒപ്പം വരണം. അതുമാത്രമല്ല, എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ പറയുന്നത് പോലെ നീ എനിക്ക് സാധിച്ചും തരണം. അങ്ങനെയാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ നവ്യയ്ക്ക് ദേഷ്യം വരികയാണ്. നവ്യ നിർമ്മലിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിങ്ങ് എടുക്കുകയാണ് നിർമ്മലാണെങ്കിലുണ്ടല്ലോ നവ്യയെ തുറച്ച് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഒരുപാട് വീഡിയോയിൽ എന്ത് കൂടണ്ട എന്ന് കരുതിയിട്ട് വളരെ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.